ഫ്രണ്ട്സ്, എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഷോപ്പിൽ ചെറിയ ഓണത്തിന്റെ ആഘോഷ പരിപാടികൾ നടത്താൻ പോവുകയാണ്. ഒരുവിധം ഓണത്തിന്റെ പരിപാടീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇന്നാണ് അതിനുള്ളൊരു സമയം കിട്ടിയത്. കാരണം പിള്ളേരെല്ലാവരും ഓണത്തിന്റെ പരിപാടി കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഐറ്റംസും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് നമുക്ക് ഓണത്തിന്റെ അലങ്കാരപ്പണികളെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന്റെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. പിന്നെ ചെറുതായിട്ടൊരു പൂക്കളം കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഡിസൈൻ ഒന്നും നമ്മൾ കണ്ടെത്തിയിട്ടൊന്നുമില്ല കേട്ടോ. ഡിസൈന് ആ സമയത്ത് എന്താണ് തോന്നുന്നത് അത് ഇട്ടിട്ട് എല്ലാം സെറ്റ് ആക്കുക എന്നുള്ളതാണ്. പിള്ളേർ വരണക്കാട്ടി മുന്നേ പൂക്കളം ഇട്ട് സെറ്റ് ആക്കണം. അപ്പൊ അതിന്റെ പരിപാടിയിലോട്ടിട്ട് പോവാണ്. അപ്പൊ ആ ഒരു പരിപാടി നമുക്ക് കാണാം. ആണ് നമ്മളിവിടെയുള്ള ഡ്രംസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റി വെച്ചാലാണ് കേട്ടോ നമുക്ക് അവിടെ പൂക്കളം സെറ്റാക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെയുള്ള കുറച്ച് സാധനങ്ങളും പൊടികളൊക്കെ ഒന്ന് മാറ്റി ഈ ഒരു ഡിസൈനിലാണ് നമ്മൾ പൂക്കളിടാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഡിസൈൻ അല്ല, പുതിയ ഡിസൈൻ. നോക്കി നിൽക്കുന്ന സഹായിച്ചു ഇനി ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് അടിച്ച് ഒന്ന് സെറ്റാണ്. കാരണം കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പൂക്കളത്തിനുള്ള ചിത്രം വരച്ച് സെറ്റാക്കണം. അങ്ങനെ നമ്മൾ പൂക്കളത്തിന്റെ ഡിസൈൻ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി പൂ വന്നു കഴിഞ്ഞാൽ അടുത്ത പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഒരു ഡിസൈൻ മാത്രം, അതിൻ്റെ ഒരു ബോർഡർ മാത്രമാണ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളൂ. അങ്ങനെ പൂവൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡിസൈൻ ഇടാൻ ആരംഭിക്കാനുണ്ട്. അതായത് ഫസ്റ്റ് ഒരു ബോർഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി പൂവിന്റെ ഡിസൈൻസ് ഒക്കെ ഏതൊക്കെ കളേഴ്സാണ് സെറ്റ് ചെയ്യണമെന്നൊക്കെ നോക്കുന്നത്. അപ്പൊ എന്തായാലും ഇതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ വീഡിയോസ് നെക്സ്റ്റ് കാണാം കേട്ടോ. മ്യൂസിക് അങ്ങനെ നമ്മുടെ പൂക്കളത്തിന്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു കേട്ടോ. എങ്ങനെയുണ്ട്? പെട്ടെന്ന് സെറ്റ് ചെയ്തെടുത്തതാണ്. കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പൂവൊന്നും കിട്ടിയില്ല. ഉള്ള പൂവ് കൊണ്ട് നമ്മൾ ചെറിയൊരു പൂക്കളം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കാരണം കൊണ്ട് ഒത്തിരി പൂവുകളൊന്നും കിട്ടിയില്ല. അപ്പൊ ഉണ്ടായിരുന്ന പൂവെല്ലാം വെച്ചിട്ട് നമ്മളൊരു ചെറിയൊരു പൂക്കളം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പരിപാടി ഏകദേശം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പിള്ളേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പൂക്കളത്തിൻ്റെ പരിപാടീസും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിള്ളേർ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വായിക്കാൻ വേണ്ടി കീബോർഡും ഗിറ്റാർസും കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സാറ് മാത്രമാണ് വരാണ്ടിരുന്നുള്ളൂ. അങ്ങനെ സാറ് എത്തി നമ്മൾ പരിപാടി ആരംഭിക്കുകയാണ്. അങ്ങനെ അർജുനാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കീബോർഡ് വായിക്കുന്നത്. അവൻ അടിപൊളിയായിട്ട് വായിക്കും. അപ്പോൾ അവനാണ് ആദ്യം നമ്മൾ സ്റ്റാർട്ടിങ്ങിന് വായിക്കാൻ ഇരുത്തിയിട്ടുള്ളത്.
അടുത്തതായിട്ട് നമ്മുടെ ആദിദേവാണ് കേട്ടോ കീബോർഡ് വായിക്കുന്നത്. എല്ലാവരും വളരെ സന്തോഷത്തോടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാ പ്രോഗ്രാമും അറ്റൻഡ് ചെയ്ത് അവരുടെ ആ ഒരു സന്തോഷം കാണാനും ആ ഒരു ഹാപ്പിനെസ്സിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളും ഈ ഓണാഘോഷ പരിപാടി ഇവിടെ നമ്മൾ നടത്താൻ വിചാരിച്ചതും. അപ്പോൾ എല്ലാവരും നല്ലോണം വായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ ശിവദീപാണ് കേട്ടോ. ശിവദീപും നന്നായിട്ട് വായിക്കുന്നൊരു കുട്ടിയാണ്. അവനും നന്നായിട്ട് വായിക്കുന്നുണ്ട്, കീബോർഡ് നന്നായിട്ട് വായിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ശിവദീപിന്. എന്നാലും അവനെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം വായിച്ച് അവൻ കേൾപ്പിച്ച് തന്നിട്ടുണ്ട്. നമുക്ക് ഗിറ്റാറിൻ്റെത് കാണാം കേട്ടോ. ഗിറ്റാർ ഫസ്റ്റ് നമുക്ക് ഹൃത്തേജസ് ആണ് കേട്ടോ. അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അവനും വായിക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അവൻ പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാവരുടെയും ഒരു സന്തോഷമാണ് കേട്ടോ ആ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നത് ആവറൽ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻ്റാണ്. നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഓഡിയൻസിന് മുന്നിൽ നിന്ന് വായിക്കാനുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ വായിക്കുന്നത് അഭിജിത്താണ് കേട്ടോ. അഭിജിത്ത് നന്നായിട്ട് വായിക്കുന്നൊരു സ്റ്റുഡൻ്റാണ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർപ്രൈസായിട്ട് നമുക്കൊരു കസ്റ്റമർ കിട്ടി. ആളാണെങ്കിൽ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളാണ്. അങ്ങനെ ഈ പ്രോഗ്രാമിൻ്റെ അവസാനമായിട്ട് ആളെ കൊണ്ട് നമ്മളൊരു പാട്ടും വളരെ അടിപൊളിയായിട്ട് പാടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആളുടെ പേര് പറയാൻ മറന്നുപോയി. ആളുടെ പേര് അഭയ് എന്നാണ് കേട്ടോ. അഭയും നമ്മുടെ കൂടെ തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിൽ ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ പരിപാടി അറ്റൻഡ് ചെയ്തതിൽ. അപ്പോൾ ഓണ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ ചെയ്യണം. നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.